യെസ് ഗൈസ്, ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു കൊടുക്കും ഫസ്റ്റ്. ഗൈസ്, ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ട് നമ്മൾ ഹോൾ ഫാമിലി ഒരു പിക്നിക്കിന് പോവാണ് ഗൈസ്. യെസ് ഗൈസ്, ഈ പിക്നിക്കിൽ ഒരാളും കൂടി ഉണ്ട്, ഒരു ഗസ്റ്റ്. ആ ഗസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നതായിരിക്കും. ആ ഗസ്റ്റ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? എനിക്കറിയാം. ആരാ? സോ ബേബി അല്ലേ? ഗൈസ്, അപ്പം എല്ലാ വർഷവും നമ്മൾ ഫാമിലി ആയിട്ട് ഇതുപോലെ ട്രിപ്പ് പോകും. കഴിഞ്ഞ വർഷം നമ്മൾ എവിടെ പോയത്? ഇടുക്കി കുമരകത്ത്. നീ പക്ഷെ ഫസ്റ്റ് ഇല്ലായിരുന്നു. ഓ പാപ്പാ, അബൂബക്കർ കുഞ്ഞെന്നാണ് പേര്. വാപ്പായുമായി നമ്മൾ എല്ലാവരുമായിട്ടുള്ള ഒരു അടിപൊളി ഫാമിലി ട്രിപ്പാണ് നമ്മൾ ഈ വർഷം പോകുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ഫാമിലി ട്രിപ്പാണിത്. അപ്പൊ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ട്. ആക്ച്വലി ഇത് വൺ ഡേ ട്രിപ്പ് ആക്കിയത് തന്നെ വാപ്പായ്ക്കും ഉമ്മാക്കും വരാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ഇവർക്ക് യാത്ര ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഇത് വൺ ഡേ ട്രിപ്പ് ആക്കിയത്. ട്രിപ്പ് എങ്ങോട്ടാന്ന് പറഞ്ഞു കൊടുക്കൂ. നമ്മൾ മുൻട്രോ തുരുത്തിലേക്കാണ് പോയത്. ഓ, നമ്മളൊക്കെ മൺട്രോ എന്നായിരുന്നു പറയുന്നത്. മൺട്രോ ഐലൻഡ് തന്നെയാണല്ലേ പറയുന്നത്, മുൺട്രോ എന്നല്ല. മൺട്രോ സാഹിബ് ഉണ്ടാക്കിയതാണ് മൺട്രോ ഐലൻഡ്. കേണൽ മൺട്രോ ആണ് ഈ തയ്യാറാക്കിയത്. അദ്ദേഹം ഇവിടുന്ന് യുവാനായിരുന്നു. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതുപോലെ മൺട്രോ സാഹിബ് മൺട്രോ തുരുത്ത് കണ്ടുപിടിച്ചു. നീ മൺട്രോ തുരുത്ത് പോയിട്ടുണ്ടോ? ഒട്ടേറെ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു മഹാവ്യക്തിയാണ്. ഈ അടിമ വ്യവസായവും മനുഷ്യ കച്ചവടവും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. റോസ്റ്റ് അല്ല, റോസ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് പോവാം. പിക്നിക്കിന് പോകുന്നതുകൊണ്ട് നമ്മൾ എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. 8 മണിക്ക് ഇറങ്ങേണ്ട ട്രിപ്പായിരുന്നു, ഇപ്പൊ 10 മണി. ഗൈസ്, ഇത്രയും പേരല്ല, ഇനിയും 2 ഫാമിലി ജോയിൻ ചെയ്യാനുണ്ട്. അവരെല്ലാം അവരെ കാറിൽ നമ്മൾ അവിടെ എത്തുന്നതായിരിക്കും. അപ്പൊ അവിടെ എത്തുമ്പോൾ നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് പരിചയപ്പെടാം. ഏത്? അതെ, അടുത്തായോണ്ട് എല്ലാരും അവരവരുടെ കാറിലാണ് വരുന്നത്. നമുക്കിനി അങ്ങോട്ട് പോകാം. പിന്നെ ബേബീസ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാറാക്കിയതാണ്. 85 വയസ്സ് മുതൽ 8 മാസം വരെയുള്ള 8 മാസം പോലും ഇല്ല, 4 മാസം വരെയുള്ള കുട്ടികൾ അവിടം തൊട്ട് ഇവിടം വരെയുള്ളവരാണ് നമ്മൾ ഈ ട്രിപ്പിലാണ് നിരക്കുന്നത്. വെരി എക്സൈറ്റഡ്. ഓക്കെ, ഉമ്മയും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോവാം. അതെ, കം ഓൺ. ഗൈസ്, അടുത്തതായി വണ്ടിയിൽ ആരൊക്കെ എവിടെ ഇരിക്കും എന്നുള്ള കൺഫ്യൂഷനാണ്. നീ എവിടെ ഇരിക്കും? ആളിന്റെ എണ്ണം കൂടിയത് എന്തായാലും അസ്നയും ഫസ്നയും ബാക്കിൽ തന്നെ. വന്നാലും ഞങ്ങൾ ബാക്കില്ല. എപ്പോഴും ഞാനാണ് ബാക്കിൽ. എടീ, ബാക്ക് സീറ്റ് ആണ് മാസ്. ഇല്ല, നിങ്ങൾ ബാക്ക് സീറ്റ് ഇരുന്നു. ഇല്ലേ, ഞാൻ കൺഫേംഡ് സീറ്റ് എപ്പോഴും ബാക്കിൽ. ഓക്കെ, അപ്പൊ ഫസ്ന അസ്ന അച്ചു ആണെന്ന് തോന്നുന്നത്. അച്ചു ആണോ ഞാനാണോ ബാക്കിൽ? റെഡിയല്ലേ പോവാൻ? ഇനി നമുക്ക് 6 കിലോമീറ്റർ ഉള്ളു ഗൈസ്. നമ്മൾ 10 മിനിറ്റിൽ ലൊക്കേഷനിൽ എത്തും. നെസ്നിത്ത ആൻഡ് ഫാമിലി എനിക്ക് തോന്നുന്നു ഇപ്പൊ എത്തിയിട്ടുണ്ടാവും. അവർക്ക് നേരത്തെ 4 മിനിറ്റ്. അവരെല്ലാരും ഒരു കാറിലാണോ വരുന്നത്? നെസ്നിത്ത ഫാമിലി 1 കാർ, കൊച്ചാപ്പ ഫാമിലി 2nd കാർ. പക്ഷെ നെസ്നിത്ത ഫാമിലി നേരത്തെ വിളിച്ചപ്പോ കൊച്ചാപ്പയുടെ സൗണ്ട് കേട്ടല്ലോ. നെക്സ്റ്റ് അവര് ഫ്രണ്ടിൽ, കൊച്ചാപ്പ എല്ലാരും ബാക്കിൽ, നമ്മൾ നടുക്ക്. അങ്ങനെയാണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓ, 3 വണ്ടി ഓർഡറിലാ പോയിക്കുന്ന ജ്യേഷ്ഠൻ, അനിയൻ, ഏറ്റവും അനിയൻ. ഓ, അപ്പൊ കൊച്ചാപ്പ കൊച്ചാപ്പ നമ്മളെ ഓവർടേക്ക് ചെയ്ത് നമ്മള് പെട്രോൾ പമ്പിൽ പോയി. ഓ, അപ്പൊ നമ്മ നടുക്കത്ത് ഏറ്റവും ലാസ്റ്റ്. അപ്പൊ നമുക്ക് പ്രോപ്പർട്ടിയിൽ എത്തിയിട്ട് കാണാം. ഗൈസ്, അറ്റ്ലീസ്റ്റ് നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. മൺട്രോ ലേക്ക് റിസോർട്ട് എന്നാണ് അതിന്റെ പേര്. ഇതാണ് ഗൈസ് നമ്മുടെ റിസോർട്ട്. യെസ്, ഫസ്റ്റിനാണ് നമ്മുടെ മാപ്പ് ഇടുന്നത്. അവർ നേരെ അവിടെ എത്തിയെന്നാ തോന്നുന്നു. നമ്മളാണ് ലാസ്റ്റ്. എത്ര മിനിറ്റ് ഉണ്ട്? ഇനി ഉള്ളി 1 മിനിറ്റ്, 100 മീറ്റേഴ്സ് ഉള്ളൂ. യെസ് ഗൈസ്, ഇതാ മാപ്പിൽ നിങ്ങൾക്ക് കാണാം. പക്ഷെ ഭയങ്കര ഗട്ടറുള്ള റോഡാണ് കേട്ടോ. നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് റിസോർട്ട് നോക്കാം. അടിപൊളിയാണ്. അത് നിന്റെയാണോ? അത് ഓ, ഇവിടെ അടിപൊളി. പറഞ്ഞു ഭയങ്കര. ഞാൻ ഭയങ്കര എന്നല്ലേ അറിയത്തുള്ളൂ, ഭയങ്കര എന്ന് പറയത്തില്ലല്ലോ. ഞാൻ ഭയങ്കര നല്ലതാണെങ്കിൽ അങ്ങനെ പറയാറുള്ളൂ കേട്ടോ. അതെ, ഇത് എപ്പോഴും ഭയങ്കര എന്നാണ് പറയുന്നത്. അവള് ഷെഡൊക്കെ ചേർത്ത് മണിച്ചാണ് അവൾ ഓരോ വേർഡ്സ് യൂസ് ചെയ്യുന്നത്. ഏകദേശം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് തോന്നാട്ടോ. ഒരുപാട് വണ്ടി കിടക്കുന്നത്. അപ്പൊ കിടില റിസോർട്ടാണെന്ന് തോന്നാട്ടോ. ഓ മൈ ഗോഡ്, ഇവിടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. സീൻ. അപ്പൊ എനിക്കൊന്ന് വണ്ടി വിട്ടിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോകണം. നടക്കണം. Yes guys, we landed.
നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് അറൈവ് ചെയ്തിട്ടുണ്ട്. പേര് നമ്മളുടെ എന്റെ പേര് മോളുടെ അത് ജനിച്ച സമയത്തുള്ള അത് മാറും. ഹായ് പറ, ഹായ് പറ, വരുവോ പണ്ട് നല്ല വലിയ ഹായ് പറ, ഹായ് സോയി പറ സോയി ഹായ്. ഹായ്. എന്തേ വേറൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, സൂയി അല്ല ഇസു. അങ്ങനെ എല്ലാവരും എത്തി പ്ലാൻ ചെയ്ത റിസോർട്ടിന്റെ അവസ്ഥ വളരെ മികച്ചതായതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത റിസോർട്ട് സ്റ്റേയും എല്ലാം നമ്മൾ ക്യാൻസലാക്കി ആ പൈസക്ക് എല്ലാവരും കൂടെ പോയി തിന്നാൻ. പിക്കിനിക്ക് ഫ്ലോപ്പ് ആയതിന്റെ വിഷമത്തിൽ എല്ലാവരും മത്സരിച്ച് ഓർഡർ ചെയ്തു ഗൈസ്. മീൻതല മുതൽ നെത്തോലി ഫ്രൈ വരെ മേടിച്ചു. ലോകത്തുള്ള മീനുകളെല്ലാം തിന്ന് മത്തായി ഗൈസ്. ചിക്കൻ കറി 2 ടൈപ്പ്, തലക്കറി ഉണ്ടായിരുന്നു, കൊഞ്ച്, ചെമ്മീൻ, കണവ, ക്രാബ്, വട്ടായി ഗൈസ്. പിന്നെ ബില്ല് കണ്ടപ്പോ മക്കൾ ഇറങ്ങി. എന്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിച്ചത് ഉമ്മയും അച്ചുവാണ്. 2 ബിരിയാണി, അത് തലക്കറി തലക്കുറി കഴിച്ചിട്ട് കുറെ നാളായി.